ഹലോ നേടിയുടെ ആസ്പിരൻസ്. മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററിൽ നിന്നും ഈ അടുത്ത വർഷങ്ങളിലായിട്ട് നീറ്റിന് ചോദിച്ച മോസ്റ്റ് ചലഞ്ചിങ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 3 ക്വസ്റ്റൻ ആണ് നമ്മൾ ഇതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത നല്ല കൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റൻസ് ആണ് ഈ 3 ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം. എ മെറ്റാലിക് റോഡ് ഓഫ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് 0.5 kilogram per meter is lying horizontally on a smooth inclined plane which is making an angle 30 with the horizontal. അപ്പൊ 30 ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ട്, ഇൻക്ലൈൻഡ് പ്ലെയിൻ ലൈക്ക് ദിസ്. This is an inclined plane. ഒരു പ്ലെയിൻ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുകയാണ് at an angle of 30 degree. Then the rod is inclined plane 30 with the horizontal. A metallic rod of mass per unit length is given lying horizontally on a smooth inclined plane. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു റോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കറണ്ട് കടത്തിവിടാൻ സാധിക്കുന്ന ഒരു റോഡാണ്. ആ റോഡ് വെച്ചത് ഹൊറിസോണ്ടലി ആണ്. അപ്പൊ ആ റോഡ് നിൽക്കുന്നത് ആക്ച്വലി ഈ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ആ റോഡ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ റോഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇങ്ങനെ ഉരുണ്ട് താഴേക്ക് വീഴാൻ പാകത്തിലാണ് ഇപ്പോൾ ആ റോഡ് നിൽക്കുന്നത്. അത് വീഴാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ വെയിറ്റിന്റെ ഒരു കോമ്പണന്റ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി വെയിറ്റ് mg ഡൗൺവേർഡ് ആക്ട് ചെയ്യും. വെയിറ്റിന്റെ ഒരു കോമ്പണന്റ് ഈ mg സൈൻ ഓഫ് തീറ്റ എലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടാവും. ലോസ് ഓഫ് മോഷനിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ mg സൈൻ തീറ്റിനെ ഫ്രിക്ഷൻ ബാലൻസ് ചെയ്യുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വേറൊരു അപ്രോച്ച് ആണ്. സി, the rod is not allowed to slide down by flowing a current through it. ആ റോഡ് താഴേക്ക് വീഴാൻ പാടില്ല. എന്ന് വെച്ചാൽ mg സൈൻ തീറ്റ കാരണം അത് താഴേക്ക് വീഴാൻ പാടില്ല. അപ്പൊ mg സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സിനെ അവിടെ ആരോ ബാലൻസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ റോഡ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കണം. മാഗ്നറ്റിക് ഫീൽഡ്, there is a magnetic field of 0.25 Tesla is acting on it in vertical direction. So vertical directionലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ റോഡ് കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്ന റോഡാണ്. ഇറ്റ്സ് സിമിലർ ടു കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ദ കറന്റ് ഫ്ലോയിങ് ഇൻ ദ റോഡ് ടു കീപ് ഇറ്റ് സ്റ്റേഷനറി. ടു കീപ് ഇറ്റ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അത് വീഴാൻ പാടില്ല. അപ്പൊ അതിന് മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. റോഡ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ നോക്കൂ, റോഡ് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിട്ട് നിൽക്കണം. അപ്പൊ ഈ mg സൈൻ തീറ്റിനെ ബാലൻസ് ചെയ്യണം. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കറണ്ട് ഉണ്ട്. അപ്പം അതിനെ ബാലൻസ് ചെയ്യേണ്ടത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആയിരിക്കും. നോക്കൂ, നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയ കോമ്പണന്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇത് 30 ആണെങ്കിൽ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ കോമ്പണന്റ് എടുത്താൽ ദിസ് വിൽ ബി 30 ഡിഗ്രി. അപ്പൊ ഈ കോമ്പണന്റ് വിൽ ബി ബി കോസ് 30. ഓക്കെ, നമുക്ക് ബി കോസ് തീറ്റ എന്ന് എഴുതാം. എന്നിട്ട് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബി കോസ് തീറ്റ. ഓക്കെ, ഇനി ഈ mg സൈൻ തീറ്റനെ ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ ആ റോഡിന് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡെഫിനറ്റ്ലി മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കണം ആക്ട് ചെയ്യുന്നത്. ഈ ഡയറക്ഷനിൽ നമുക്ക് റോഡിനും മാഗ്നറ്റിക് ഫീൽഡിനും രണ്ടിനും കൂടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാവും. ആ രൂപത്തിലാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉള്ളത്. ബിക്കോസ് റോഡ് ഈ ബോർഡിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബി കോസ് തീറ്റ ഉള്ളത്. അപ്പൊ റോഡിനും ആ ബി കോസ് തീറ്റക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വിൽ ബി ആക്ടിങ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സസ് ILB. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വരേണ്ടത് അതിന്റെ കോമ്പണന്റ് എടുക്കേണ്ടത് ബി കോസ് തീറ്റ ആണ്. സോ ദിസ് ഫോഴ്സ് വിൽ ബി ILB കോസ് തീറ്റ. നൗ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ആ mg സൈൻ തീറ്റനെ ആ ഫോഴ്സ് ബാലൻസ് ചെയ്താണ്. ഇവിടെ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ട എന്നുള്ളത് ഈ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഈസിയാണ്. കാരണം ഡയറക്ഷനും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഫോഴ്സ് ഈ രൂപത്തിലാവുന്ന ഈ ഡയറക്ഷനിലാവുന്ന രൂപത്തിൽ കറണ്ട് ഫ്ലോ ചെയ്യണം. അത് നമ്മൾ ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടാൽ മതി. അപ്പൊ mg സൈൻ തീറ്റ ബാലൻസ് ചെയ്യാൻ അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കണം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത് മാത്രം. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോഴ്സുകൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് mg സൈൻ 30 ഈസ് ഈക്വൽ ടു ILB കോസ് 30. നമുക്ക് I ആണ് കണ്ടുപിടിക്കേണ്ടത്. റിമൈനിങ് ടേമിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ mg സൈൻ 30 അവിടെ ഉണ്ട്. ആ സൈൻ 30നെ താഴേക്ക് കോസ് 30 വരുമ്പോൾ അത് ടാൻ 30 ആവും. സോ mg ടാൻ 30 ഡിവൈഡഡ് ബൈ L ഇൻറ്റു P. ക്വസ്റ്റിൽ നമുക്ക് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. മാസ് ലെങ്ത്തും സെപ്പറേറ്റ് എടുത്ത് ഡിവൈഡ് ചെയ്യേണ്ട. മാസ് പെർ യൂണിറ്റ് ലെങ്ത് 0.5 ആണ്. സോ 0.5 ഇൻറ്റു g നമുക്ക് 10 എടുക്കാം. ടാൻ തീറ്റ ഇസ് 1/√3. ടാൻ 30 is 1/√3 ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് 0.25. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 0.5നെയും 0.25നെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ it becomes 5 divided by 2.5 into 10 into 1/√3. നമുക്ക് 1.7 എഴുതാം. 5ഉം 2.5ഉം കട്ട് ചെയ്ത് അവിടെ 2 വരും. 2 into
10, that is 20. 20 divided by 1.7. 20 by 2 ആണ് 10 ആണ് വരിക. അപ്പൊ 20 by 1.7 ആണ് ഡിനോമിനേറ്റർ 2 അല്പം കുറവാണ്. അപ്പൊ റിസൾട്ടന്റ് 10 അല്പം കൂടും. സോ ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് 11.32 ആംപിയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് 2018 ഈ ക്വസ്റ്റ്യൻ 2013 ചോദിച്ച ചോദ്യമാണ്. ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ഈ ക്വസ്റ്റ്യൻ ഫെമിലിയർ ആയിരിക്കും. കാരണം എപ്പോഴും ഏതൊരു നീറ്റ് ആസ്പിരന്റ് മൂവിംഗ് ചാർജ് പഠിക്കുന്ന സമയത്ത് ഡൗട്ടുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. സി, വെൻ എ പ്രോട്ടോൺ ഇസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ഇൻ എ റൂം, ഇറ്റ് സ്റ്റാർട്ട് മൂവ് വിത്ത് an initial acceleration of a0 towards west direction. അപ്പോൾ ഒരു പ്രോട്ടോൺ റെസ്റ്റ് സ്റ്റേറ്റിൽ റിലീസ്ഡ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന് വെലോസിറ്റി ഇല്ലാതെ ഒരു റൂമിൽ ഒരു പ്രോട്ടോൺ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് വെസ്റ്റ് സൈഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടു വിത്ത് an acceleration of a0. When it is projected towards north with a speed of v0, it moves with an initial acceleration of 3a0. അതിന് ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ നോർത്തിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്തപ്പോൾ അത് 3a0 ആക്സിലറേഷനിൽ അപ്പോഴും വെസ്റ്റിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തത്. അപ്പൊ രണ്ട് കേസിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വെസ്റ്റിലേക്ക് തന്നെയാണ്. The electric and magnetic field in the room is. First of all, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെ വാല്യൂ ആണ് ചോദിച്ചത്. ഓപ്ഷൻ്റെ അകത്ത് എല്ലാ ഓപ്ഷനിലും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പൊ അവിടെ ആ റൂമിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് എന്നുള്ളത് ആദ്യം തിരിച്ചറിയാം. അപ്പൊ അവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. രണ്ടിനെയും ഡയറക്ഷൻ അടക്കമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ഒരു ഭംഗിയും. അപ്പൊ നോക്കൂ, ആദ്യം അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ അവിടെ രണ്ട് ഫോഴ്സ് ഉണ്ടാവാം. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് QE എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. അതിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം. പ്രോട്ടോൺ ആണെങ്കിൽ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോൺ ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കേസ് നോക്കുക. പിന്നെ പ്രോട്ടോൺ ഇസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്. റിലീസ്ഡ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോന്റെ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആവുമ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആയ QVB എന്തായിരിക്കും? 0 ആയിരിക്കും ഫസ്റ്റ് കേസിൽ. അപ്പൊ അവിടെ ഏത് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫസ്റ്റ് കേസിൽ റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഉണ്ടായ ഈ ആക്സിലറേഷൻ a0 എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ട് മാത്രമുള്ള ആക്സിലറേഷൻ ആണ്. അപ്പൊ നോക്കുക, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ വരയ്ക്കുന്നുണ്ട്. നോർത്ത് മുകളിലും സൗത്ത് താഴെയായിട്ടാണ് നിങ്ങൾ അനുഭവപ്പെടുക. ആക്ച്വലി നോർത്ത് ആകാശത്തും സൗത്ത് ഭൂമിയിലും അല്ല. നോർത്ത് ശരിക്കും ബോർഡിന്റെ പുറകുവശത്തും സൗത്ത് മുൻവശത്തുമാണ്. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഇത് കാണുന്നത്. ആക്ച്വലി ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്താൽ അതിന്റെ ഈ സൈഡ് നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ വെസ്റ്റ്, ഇവിടെ ഈസ്റ്റ്, ആ രൂപത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അത് അറിയാലോ. അപ്പൊ നോക്കൂ, എങ്ങോട്ടേക്കാണ് ആക്സിലറേഷൻ കിട്ടി? ആക്സിലറേഷൻ a0 ടുവേർഡ്സ് വെസ്റ്റ്. അപ്പൊ വെസ്റ്റിലേക്ക് ആക്സിലറേഷൻ കിട്ടി. അപ്പൊ ഞാൻ പറയട്ടെ, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജിനാണ് വെസ്റ്റിലേക്ക് ഫോഴ്സ് കിട്ടിയത്. F is equal to ma, that is m into a0. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് നമുക്കറിയാം. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ ഫോഴ്സ് കിട്ടുക ഏത് ഡയറക്ഷനാണ്? എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ പ്രോട്ടോൺ ആണ്. അപ്പോൾ പ്രോട്ടോൺ വെസ്റ്റിലേക്കാണ് കിട്ടുന്നത്. പ്രോട്ടോൺ കിട്ടുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്കറിയാം. അങ്ങനെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. പോസിറ്റീവ് ചാർജിന് എങ്ങോട്ടാ ഫോഴ്സ് കിട്ടുക? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാണോ ആ ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് കിട്ടുക. പോസിറ്റീവ് ചാർജിന് ഫോഴ്സ് കിട്ടിയ വെസ്റ്റിലേക്കാണ് എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അവിടെ കിട്ടിയ ഫോഴ്സ് QE ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചത്. അത് അപ്ലൈ ചെയ്താൽ Q, അവിടെ പ്രോട്ടോണിന്റെ ചാർജ് E എന്ന് എടുക്കാം, കാരണം ഓപ്ഷൻ E ആണ്. E into E is equal to m a0. ഇനീഷ്യലി കിട്ടിയ ആക്സിലറേഷൻ a0 അല്ലേ, m a0. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു m a0 ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ. അത് ഏത് ഡയറക്ഷനിലേക്കാ? വെസ്റ്റ്. സോ ഫസ്റ്റ് പാർട്ട് ഇസ് ഓവർ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനിയുള്ളതാണ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. അവിടെ കൺഫ്യൂസ്ഡ് ആവാനുള്ള ഓരോരോ പോയിന്റുകളും ഞാൻ പറയാം. അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ പറയാം. അതിൽ നിന്ന് കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. നോക്കൂ, നെക്സ്റ്റ് നോർത്തിലേക്കാണ് പാർട്ടിക്കിളിനെ പ്രൊജക്ട് ചെയ്തത്. അപ്പൊ നോർത്തിലേക്ക് പ്രൊജക്ട് ചെയ്തു വിത്ത് വെലോസിറ്റി ഓഫ് v0. അപ്പൊ സെക്കൻഡ് കേസില് വെലോസിറ്റി ഇസ് നോട്ട് ഈക്വൽ ടു 0. വെലോസിറ്റി 0 അല്ല. വെലോസിറ്റി 0 അല്ല എങ്കിൽ ആ പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 അല്ല. അപ്പൊ അതിന് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാവും. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാവും എന്ന് കരുതി നേരത്തെ ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇല്ലാതാകുന്നില്ല. അപ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾ നോർത്തിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് QE into E, അതായത് F is equal to QE എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് എന്തായാലും ആ ഫോഴ്സ് അവിടെ ഉണ്ട്.
രണ്ടാമത്തെ സിറ്റുവേഷനിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സും കൂടെ നമ്മൾ പരിഗണിക്കണം. കാരണം നേരത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നേരത്തെ വെലോസിറ്റി 0 ആണ്. ഇപ്പൊ വെലോസിറ്റി 0 അല്ല, പ്രൊജക്റ്റഡ് നോർത്ത് വേർഡ്സ് വിത്ത് വെലോസിറ്റി v0. അപ്പൊ അവിടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാവും എന്ന് കരുതി നേരത്തെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇല്ലാതാവുന്നില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ഉണ്ടാവും. കാരണം ആ രണ്ട് ഫീൽഡ് അവിടെ തന്നെ ഉണ്ട്. നേരത്തെ ഈ സിറ്റുവേഷനിൽ അവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ വരച്ചു വെച്ചില്ലേ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആക്ച്വലി അതില്ലാന്നല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ഇല്ലാണ്ടിരുന്നത് ആ ചാർജിന്റെ വെലോസിറ്റി 0 ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ചാർജ് പാർട്ടിക്കിൾ വെലോസിറ്റി ഉള്ളതുകൊണ്ട് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നൗ ദ നെറ്റ് ഫോഴ്സ് എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു രണ്ട് ഫോഴ്സ്, എഫ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് എഫ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇസ് ക്യു ഇ നമുക്ക് ഇ എഴുതാം. ഇ പ്ലസ് ചാർജ് നമുക്ക് ഇ v0 ബി ക്യു വി ബി. ഓക്കെ, തീറ്റ 90 ആണ് വരിക. മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി വെക്ടറും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. അപ്പോൾ എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് നോർത്തിലേക്ക് പ്രൊജക്ട് ചെയ്തപ്പോൾ അതിന്റെ ആക്സിലറേഷൻ 3a0 ആണ്. അപ്പൊ ആക്സിലറേഷൻ 3a0, ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma. അപ്പൊ m into 3a0, അപ്പൊ 3ma0 ഈസ് ഈക്വൽ ടു e into e ma0 ആണെന്ന് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാറ്റ് ഈസ് ma0 പ്ലസ് e v0 b. ma0 എങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ 3m0 എന്ന് ഒരു ma0 പോയി കഴിഞ്ഞാൽ then you will get 2ma0. ഈ v0 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഈ v0 ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തും കിട്ടി, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തും കിട്ടി. ഓക്കെ, അപ്പൊ അതിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ma0 ബൈ ഈ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് 2ma0 ഡിവൈഡഡ് ബൈ ഈ v0. ഇനി അതിന്റെ ഡയറക്ഷൻ നോക്കണം. അപ്പൊ അങ്ങനെ ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ma0 ഡിവൈഡ് ബൈ ഈ വെസ്റ്റിലേക്ക് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ 2ma0 ഡിവൈഡ് ബൈ ഈ v0 മാഗ്നിറ്റ്യൂഡ് വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്, അപ്പും ഉണ്ട് ഡൗണും ഉണ്ട്. അപ്പൊ അതിൽ ഏതാന്നുള്ളത് നോക്കാം. സി, ഇവിടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വെസ്റ്റിലേക്ക് നെഗറ്റീവ്, കാരണം സെക്കൻഡ് സിറ്റുവേഷനിലും അത് മൂവ് ചെയ്യുന്ന വെസ്റ്റിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഫോഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും വെസ്റ്റിലേക്കാണ്, ഫസ്റ്റ് സിറ്റുവേഷനിൽ വെസ്റ്റിലേക്കാന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും വെസ്റ്റിലേക്ക് തന്നെയാണ്, കാരണം നെറ്റ് ഫോഴ്സ് സ്റ്റിൽ വെസ്റ്റിലേക്കാണ്. സെക്കൻഡ് സിറ്റുവേഷനിൽ വി വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്ത സമയത്ത് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നെറ്റ് ഫോഴ്സ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ്. അപ്പൊ നോക്കൂ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെസ്റ്റിലേക്കാണ്, നെറ്റ് ഫോഴ്സ് വെസ്റ്റിലേക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് വെസ്റ്റിലേക്കാണ്. അപ്പൊ ഫോഴ്സ് വെസ്റ്റിലേക്കാണ്. ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്തത് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്തത് നോർത്തിലേക്കാണ്. അപ്പൊ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ, അതായത് കറന്റിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന മിഡിൽ ഫിംഗർ ആണ്. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് അത് പോകുന്ന അതേ ഡയറക്ഷനിലാണ് കറന്റ് ഉണ്ടാവുക. കറന്റ് മുകളിലേക്ക്. സോ മിഡിൽ ഫിംഗർ മുകളിലേക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ. ഫോഴ്സ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ്, അപ്പൊ തമ്പ് വെസ്റ്റിലേക്ക്. അപ്പൊ തമ്പ് ഫോഴ്സിന്റെ ഡയറക്ഷൻ അത് വെസ്റ്റിലേക്ക് പിടിച്ചു, മിഡിൽ ഫിംഗർ കറന്റിന്റെ ഡയറക്ഷൻ അത് മുകളിലേക്ക് പിടിച്ചു. അപ്പൊ ചൂണ്ട് വിരൽ, അതായത് ഇൻഡെക്സ് ഫിംഗർ ബോഡിന്റെ അകത്തേക്കാണ് ചൂണ്ടുന്നത്, ശരിയല്ലേ? ബോഡിന്റെ അകത്തേക്ക്. പക്ഷെ ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് ആക്ച്വലി ഹൊറിസോണ്ടൽ പ്ലെയിൻ ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ നോക്കുന്നത് ഒന്നുകൂടി കാണിക്കാം. കറണ്ട് മുകളിലേക്ക് എന്ന് വെച്ചാൽ ചാർജ് പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്തത് മുകളിലേക്ക്, ഈ ഡയറക്ഷൻ. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരലാണ്, അത് ബോഡിന്റെ അകത്തേക്ക്, ഈ ഡയറക്ഷൻ ബോഡിന്റെ അകത്തേക്ക് എന്നുള്ളത് ഞാൻ ഈ പെന്ന് വെച്ച് കാണിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാവും, ശരിയല്ലേ? ചാർജ് പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്ത് നോർത്തിലേക്കാണ്. നോർത്ത് ഞാൻ മുകളിലേക്ക് ആക്കിയിട്ടാണ് വരച്ചത് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ. ആക്ച്വലി നോർത്ത് മുകളിലേക്കല്ല, വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ നോർത്തിന് മുകളിലേക്ക് ആക്കി വരയ്ക്കുമ്പോഴും അത് മുകളിലേക്കല്ല. ആക്ച്വലി നോർത്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ബോഡിന്റെ അകത്തേക്കാണ് വരിക. അപ്പൊ ആക്ച്വലി നോർത്ത് എന്ന് പറയുന്നത് ഈ ബോഡിന്റെ പുറകു വശത്തേക്കും സൗത്ത് ബോഡിന്റെ ഫ്രണ്ട് വശത്തും ഉണ്ടാവും. അപ്പൊ നോർത്ത് അകത്തേക്ക് ആക്കി പിടിക്കുന്ന സമയത്ത് ഇതാണ് ചാർജ് പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്ത ഡയറക്ഷൻ. ഇതിപ്പോ എനിക്ക് കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. അപ്പൊ നമ്മൾ നോർത്തിനെ ഉള്ളോട്ടേക്ക് ആക്കി പിടിക്കുന്ന സമയത്ത് ഇപ്പൊ നോർത്ത് ബോഡിന്റെ ഉള്ളോട്ടേക്ക്, ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്, ഈസ്റ്റ് വെസ്റ്റ്, ഡൗൺവേർഡ് അപ്വേർഡ്, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ ഇൻവേർഡ് കിട്ടിയ ആ മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റ് നോർത്തിന്റെ ഡയറക്ഷനിൽ പിടിച്ചപ്പോൾ നമുക്ക് ഡൗൺവേർഡ് ആണ്. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡിറക്ഷൻ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഈ ഡിറക്ഷനും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കുറച്ച് ചലഞ്ചിങ് ആവുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഒരു നീറ്റ് ആസ്പിരന്റ് ചെയ്തിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അത്ര ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു ജെഇക്കൊക്കെ ചോദിക്കുന്ന ഒരു പാറ്റേണിൽ ചോദിച്ച ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എ വെരി ലോങ് കണ്ടക്ടിംഗ് വയർ ഇസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് സെമി സർക്കിൾ ഷേപ്പ് A to B.
എ ടു ബി ഇത്രയും പാർട്ട് സെമി സർക്കിൾ ആണ്. ദെൻ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് 2 വയറാണ്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ആണ്. അപ്പോൾ 3 സെഗ്മെന്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സെഗ്മെന്റ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിന്റെ ഡിറക്ഷനിൽ തമ്പ് വെച്ചിട്ട് ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇൻവേർഡ് ആണ് വരിക. സോ ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് സെമി ഇൻഫിനിറ്റ്ലി ലോങ് ആയതുകൊണ്ട് μ0I/4π കണ്ടക്ടറിന്റെ ഈ നിയർ എൻഡിൽ നിന്നും സെമി ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടറിന്റെ തുടക്കം ഈ അവസാനിക്കുന്ന ഈ പോയിന്റിൽ നിന്നും കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് താഴേക്കുള്ള ഡിസ്റ്റൻസ് ആ സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ ആർ. ബി ഇന്ന് ഇനി ബി ഡ്യൂ ടു സെമി സർക്കിൾ കറണ്ട് പോകുന്ന ഡയറക്ഷൻ നോക്കിയാൽ മതി. കറണ്ട് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഇൻ ഡിറക്ഷൻ. സോ ദാറ്റ് ഈസ് വൈ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഔട്ട്വേർഡ്. ബി ഔട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു സെമി സർക്കിളിന്റെ മാഗ്നറ്റിക് ഫീൽഡ് μ0I/ സെമി സർക്കിൾ ആയതുകൊണ്ട് 4R. ആൻഡ് ലാസ്റ്റ് വൺ ഈ സെഗ്മെന്റ്, മൂന്നാമത്തെ സെഗ്മെന്റ്. അവിടെ കറണ്ട് പോകുന്ന ഈ ഡയറക്ഷനിലാണ്. ആ ഡിറക്ഷനിൽ തമ്പ് വെച്ചിട്ട് നമ്മൾ ഫിംഗേഴ്സ് കേൾ ചെയ്താൽ പി എന്ന് പറഞ്ഞ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് വരും. ഇൻവേർഡ് വരും. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ആണ്. ബി എന്ന് ദാറ്റ് ഈസ് സെയിം സെമി ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ അല്ലേ. ഈ ഡിസ്റ്റൻസ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതും ആറാണ് വരിക. μ0I/4πR. അപ്പോൾ 2 ഇന്നുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുക μ0I ഡിവൈഡഡ് ബൈ 4πR. μ0I/4πR plus μ0I/4πR. 2 into μ0I/4πR. That is μ0I/2πR. Okay. ഇത് ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒരെണ്ണേ ഉള്ളൂ. അത് μ0I ഡിവൈഡഡ് ബൈ 4R. ഇവിടെ ഡിനോമിനേറ്ററിൽ 4R മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഇവിടെ 2πR ആണ്. പൈ എന്ന് പറഞ്ഞാൽ 3.14. 3.14 into 2 ചെയ്താൽ ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ 6.28 ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ 4 ആണ്. R പിന്നെ 2 സൈഡിലും കോമൺ അല്ലേ. അപ്പൊ ഡിനോമിനേറ്റർ കൂടുതൽ എവിടാ? ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിനോമിനേറ്റർ 6.28ഉം ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിനോമിനേറ്റർ 4ഉം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ കൂടുതൽ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ആണ്. ഡിനോമിനേറ്റർ കൂടുമ്പോൾ റിസൾട്ടന്റ് കുറയും. അപ്പൊ ഇവിടെ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കുറവും ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലുമാണ്. അപ്പൊ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ് വരിക. അപ്പൊ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. μ0I/4R മൈനസ് μ0I/2πR. അപ്പൊ ഓപ്ഷൻസ് നോക്കിയാൽ എല്ലാത്തിലും കോമൺ ആയിട്ട് കിടക്കുന്നത് μ0I/4R ആണ്. അപ്പൊ ഞാൻ μ0I/4R ഔട്ട് സൈഡ് എടുത്തു. μ0I/4R. പിന്നെ അവിടെ 1 ഉണ്ടാവും. മൈനസ് ഇവിടെ μ0I/2πR ആണ്. 4R ഔട്ട് സൈഡ് എടുക്കുന്ന സമയത്ത് ഇവിടെ മുകളിൽ ഒരു 2 വരും. ദെൻ താഴെ ഒരു പൈ ബാക്കി ഉണ്ടാവും. ശരിയല്ലേ? μ0I പുറത്തേക്ക് എടുത്തു. 2R-ൽ 4R പുറത്തേക്ക് എടുത്തു. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു 2 വന്നു. ഇവിടെ പൈനെ പുറത്തേക്ക് എടുത്തില്ല. അപ്പൊ 2/π വരും. സോ ദിസ് ഇസ് ദ ആൻസർ. നെറ്റ് ഡയറക്ഷൻ എങ്ങോട്ടേക്ക്? ഔട്ട്വേർഡ് അല്ലേ വലുത്. അപ്പൊ നെറ്റ് ഡയറക്ഷൻ വിൽ ബി ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ഈ പേജിൽ നിന്നും പുറത്തേക്ക്. ഇവിടെ 2 ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക്. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉം. അത് ആ ഓപ്ഷനും കൂടെ വരുന്നതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ നമുക്ക് ചലഞ്ചിങ് ആവുന്നത്. കാരണം ആ ഓപ്ഷനും കൂടെ കറക്റ്റ് ആണ്. ഇവിടെ μ0I/4R 1 - 2π 1 - 2π. പിന്നെ ഡയറക്ഷൻ നോക്കണം. പോയിന്റിങ് ഔട്ട് ഓഫ് ദ പേജ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരും. ഔട്ട് ഓഫ് ദ പേജ് അല്ല, ഇൻ ടു ദ പേജ്. പോയിന്റ് ഇൻ ടു ദ പേജ് എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ പ്ലെയിൻ. എവേ ഫ്രം ദ പേജ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് റിസൾട്ടന്റ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ നീറ്റിന്റെ എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുന്ന സമയത്ത് ഈ ചാപ്റ്ററിന് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പഠിക്കുക. ദിസ് ഇസ് JB ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.